ഞാൻ വന്നിട്ടുള്ളത് വെറും 3 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ്. എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്യേണ്ട ഇത്. അതുപോലെ തന്നെ നമുക്ക് തീ പോലും കത്തിക്കണ്ട കേട്ടോ ഈ അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 10 ചെറിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രെഡൊക്കെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ബ്രെഡിൻ്റെ അരികുവശമൊന്നും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ബ്രെഡ് പൊടിച്ചെടുത്തത് നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റാം. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങയുടെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തേങ്ങ ചിരവി എടുത്താലും മതി കേട്ടോ. ഞാൻ ഈ ചിരവാതെ ഇങ്ങനെ എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ തേങ്ങ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ഏലക്കേൻ്റെ കുരുവാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കര നമുക്ക് ഇത് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ശർക്കര ജസ്റ്റ് ഒന്ന് കല്ലിലിട്ടൊന്ന് ഇടിച്ചെടുത്തതാണ് കേട്ടോ. 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങയും ശർക്കരയും നന്നായിട്ടൊന്ന് മിക്സായി വരും. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ബ്രെഡ് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഇനിയിപ്പോൾ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. എള്ളും തന്നെ ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ബ്രെഡ് നന്നായി നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി എല്ലാം നമുക്കിതുപോലെ തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്ത അളവിൽ ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 5 മിനിറ്റ് മതി കേട്ടോ അത് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അത്. ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കേടുകൂടാതിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്